എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചിരിക്കാനുള്ള സിനിമ കാണുന്നത്. ആണോ? അപ്പം ഞാൻ ക്ലീറ്റോനോട് പറയട്ടെ. കുറേ നാളായി പിന്നെ. സത്യം. ശരി അമ്മായി, ശരി. അയ്യോടാ. ഇനി കാണണ്ട. ഒരു പ്രാവശ്യം കണ്ടില്ല, അത് മതി. ശരി. ഓക്കെ. ഈ ഫോൺ അടിച്ചാൽ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? കുറേ നേരം ബെല്ലടിക്കല്ലേ? ഞാനൊരു ഫോണിലല്ലേ, നിങ്ങൾക്ക് നേരത്തെ വന്ന് എടുക്കാൻ ബാത്റൂം വയ്ക്കല്ലേ? സാരമില്ല ക്ലീറ്റോ, നമുക്കൊരു നോക്കട്ടെ. എടുക്കാത്ത നന്നായി. കമ്പനി ലോൺ തരാന്ന് പറഞ്ഞിട്ട് മറ്റേ നമുക്ക് ഇത് കാണാൻ പോകാം. എന്താണ് ഏതോ പിള്ളേരുടെ ഒരു സിനിമ വന്നിട്ടുണ്ടെന്ന്, അത് കാണാൻ പോകാം ക്ലീറ്റോ. മനുഷ്യൻ ഇവിടെ നിന്നിരിക്കാൻ സമയമില്ല. അതിനിടയ്ക്കാണ്ട് 2 മണിക്കൂർ സിനിമ തിയേറ്ററിൽ പോയി 2 മണിക്കൂറല്ലേ ഉള്ളൂ. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 2 ദിവസത്തെ പോലെയാണ്. 2 ദിവസം നിങ്ങൾ ആ തേരാപ്പാര വഴി കൂടി നടക്കണ 2 മണിക്കൂറേ ചോദിച്ചുള്ളൂ. കാലിനൊരു റെസ്റ്റും കിട്ടും. അങ്ങ് ഒന്നാമത് സിനിമ കാണാനുള്ള പ്രായം കഴിഞ്ഞ് ഈ പ്രായത്തിൽ സിനിമ സിനിമ കാണാൻ പ്രായമുണ്ടോ? പിന്നെ സിനിമ കാണാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ ഒരു മൂഡിലൊക്കെ പോയി കുറച്ച് സിനിമ കാണാം. പിന്നെ അല്ല ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ പോയി കാണാം. നമ്മൾ ഈ തിരക്കിട്ട നമ്മളെ 2 പേരെക്കാളും പ്രായം കൂടുതലാണ് അമ്മാവനും അമ്മായിക്കും. അവർ പോയി സിനിമ കണ്ടല്ലോ. അമ്മായി എപ്പോൾ വിളിച്ചത് നല്ല സിനിമയാന്ന് പറഞ്ഞു. അവർക്ക് നമ്മുടെ അത്രയും ദാമ്പത്യമില്ല. നമ്മൾ 10-18 വർഷമായി കല്യാണം കഴിച്ചിട്ട്, അവരിപ്പോൾ 3 വർഷമായുള്ള കല്യാണം കഴിഞ്ഞ അമ്മാവനും അമ്മായി. അപ്പം അവർക്ക് സിനിമയെ കണ്ട് പുതുമോടി പോലെ അങ്ങ് നടക്കാന്ന്. വല്ലപ്പോഴും അല്ലേ ക്ലീറ്റോ ഇത് നല്ല സിനിമയാന്ന് പറഞ്ഞ, പിള്ളേരുടെ സിനിമയാന്ന് പറഞ്ഞു ക്ലീറ്റോ. എന്തോ പേരും പറഞ്ഞു മറന്നുപോയി. എന്തിനാണ് ക്ലീറ്റോ ഇത് സിനിമ? ഈ അടുക്കളയിലല്ലേ ക്ലീറ്റോ എന്നും നല്ല സിനിമ ചിരിക്കാനൊക്കെ ഉണ്ട്. സിനിമ ഞാൻ ഇപ്പൊ ഇറങ്ങിയ സിനിമ കൊള്ളൂല. അത് ക്ലീറ്റോൻ എങ്ങനെ അറിയാം? ഞാൻ കണ്ടില്ല. കാണാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ നടരാജൻ കണ്ടു. അപ്പം നടരാജൻ പറഞ്ഞു, റിവ്യൂ പറഞ്ഞു, പടം ഭയങ്കര മോശമെന്ന് പറഞ്ഞു. സത്യം. ഒന്നാമത് ആ പിള്ളേരെ ഇപ്പോഴത്തെ പിള്ളേരെ ഞാൻ പ്രേമോ അത് ഇതൊക്കെ. ഈ പ്രേമമൊക്കെ എന്ത് സംഭവം? നിങ്ങൾ പ്രേമിച്ചല്ലേ കല്യാണം കഴിച്ചത്? ഞാൻ ആരെ പ്രേമിച്ചു? എന്നെ പ്രേമിച്ച്. അയ്യോ, നീയല്ലേടി എന്നെ പ്രേമിച്ചത്? എന്നെ പ്രേമിച്ച് തള്ളിയിട്ടല്ലേ നീ എന്നെ വഴിതെറ്റിച്ചത്? ശരി, അപ്പൊ നിങ്ങൾക്ക് എന്നോട് പ്രേമം ഉണ്ടായില്ലേ? അതിനുള്ള സമയം നീ തന്നില്ലല്ലോ. കല്യാണത്തലേന്ന് നീ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് എനിക്ക് ക്ലീറ്റോ ഈ കല്യാണത്തിന് എനിക്ക് പറ്റില്ല, നിങ്ങൾ എന്നെ കെട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലേടി പറഞ്ഞത്. അതിനിടയ്ക്ക് എവിടെ പ്രേമിക്കാൻ സമയം കിട്ടി? എൻ്റെ അറിവില്ലാത്ത പ്രായത്തിൽ അതും ഇതും പറഞ്ഞ് എന്നെ പ്രലോഭിപ്പിച്ച് അതോടെ പോയി എൻ്റെ പോട്ടെ. ഭയങ്കര രക്ഷപ്പെട്ട പോലെ. ഇത് പറ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ക്ലീറ്റോന് സിനിമയ്ക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ? തങ്ക സിനിമ, ഈ സിനിമ അത് കൊള്ളൂല. സിനിമ വെറുതെ പോയി 2 മണിക്കൂർ. ആര് പറഞ്ഞു? അമ്മാവൻ പറഞ്ഞു, അല്ല അമ്മായി പറഞ്ഞു, ജിത്തുമോൻ പറഞ്ഞു നല്ലതാന്ന്. അവർ 2 പേരും പറഞ്ഞു. എനിക്ക് വിശ്വാസമാണ്. ആ ചെറുക്കനാണ് നിന്റെ പ്രോത്സാഹന കമ്മിറ്റി അല്ലേ? അവൻ പറയാം. അവനെ ആ ചെറുക്കൻ വന്നത് ഭയങ്കര കുഴപ്പമായിട്ടാണ്. എനിക്ക് അവനെ തീരെ കണ്ണിന് പിടിക്കുന്നില്ല. നിങ്ങളെ പിടിച്ച് കടിച്ചവൻ. അവൻ ബോറായില്ലേ അവൻ്റെ പഠിത്തവും? അവന്റെ സമയം പോകാൻ പൊക്കോളും. അവനിപ്പോ വെക്കേഷൻ വരാൻ പോകാൻ പൊക്കോളും. അവൻ എവിടെ പോയാലും തിരിച്ചു വരുമല്ലോ. വരട്ടെ, എന്താ കുഴപ്പം? ആ ചെറുക്കന് നിങ്ങൾ ഈ നാട് നീളെ ഇങ്ങനെ കൊട്ടി കോഴിച്ചുകൊണ്ട് നടക്കുമല്ലോ. ഇവിടുത്തെ ഒരു ആവശ്യത്തിന് അവനൊക്കെ കാണുള്ളൂ. ആ ചെറുക്കന് ഇവിടെ ഉണ്ടെങ്കിൽ കടയിൽ പോകാനോ പിള്ളേരെ ഒരു നേരം നോക്കാനോ ഒക്കെ എനിക്ക് ഉപകാരം. അതിനൊരുത്തനെ ഞാൻ തീറ്റി പോറ്റുന്നുണ്ട്, റൊണാൾഡിനെ. പിന്നെ അവൻ എന്തിനാണ് ഇവിടെ നിർത്തി? തീറ്റി പോരുന്ന കാര്യം പറയണ്ട. കടയിൽ പോകണമെങ്കിൽ 100 രൂപ പച്ചക്കറി മേടിക്കണമെങ്കിൽ ആ ചെറുക്കന് 200 രൂപ കൊടുക്കണം. 100 രൂപ അവന് കടപ്പലാരം തിന്നാൻ. അത് ഒന്നല്ലെങ്കിൽ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ കൃത്യമായിട്ട് സാധനങ്ങൾ കൊണ്ടുവരില്ല. സാധനങ്ങൾ കൊണ്ടുതന്നെ രാവിലത്തെ സാധനം ഉച്ചയാകുമ്പോഴേ എത്തുള്ളൂ. ഇതാണ് കടയിൽ പോക്ക്. എന്തായാലും എനിക്ക് ഈ ചെറുക്കനെ ഈയിടായിട്ട് അവൻ്റെ മുടിയും ഇപ്പൊ ഒട്ടും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടണില്ല. എന്തിനാണ് ഈ ചെറുക്കൻ ഈ പിള്ളേരോടെ കിടന്ന് കളിക്കുന്നത്? എന്തിനാണ് ഒരു പ്രായം തരത്തിൽ പോയി കളിച്ചൂടെ? നിങ്ങൾക്ക് എന്താന്ന് ആ പിള്ളേരായിട്ട് അവൻ കളിക്കണേന് എന്താ കുഴപ്പം? എനിക്ക് ചിലപ്പോൾ കളിക്കാൻ തോന്നുന്നില്ല പിള്ളേരുമായിട്ട് കളിക്കണാണുമ്പോ. അയ്യോ, 25 വയസ്സായ മുതുക്ക് കാളയാണ് 10 വയസ്സായ പിള്ളേരോടെ ഓടി നടന്ന് സാറ്റ് കളിക്കുന്നത്.